പ്രിയ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാണ് കേട്ടോ. പ്രവർത്തനം 1. എത്ര ഭാഗങ്ങൾ? അതിൽ ഓരോ ചിത്രത്തിലും എത്ര ഭാഗമാണ് നിറം നൽകിയിരിക്കുന്നതെന്ന് എഴുതുക. ഒന്നാമത്തെ ചിത്രത്തിൽ 2/1 ഒരു ഭാഗമാണ് നിറം നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ഭാഗമാണ് നിറം നൽകിയിട്ടുള്ളത്. തുല്യമായ ഭാഗങ്ങളാക്കണം. അപ്പോൾ 4 ഭാഗങ്ങളാണിത്. 4/1. അതിൽ ബി, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിറം നൽകുക. 3/4, അതായത് 4 കള്ളികളുണ്ട്. 4 ഭാഗത്തിൽ നിന്ന് 3 എണ്ണം നിറം നൽകണം. രണ്ടാമത്തെ ചിത്രത്തിൽ 2ൽ ഒരു ഭാഗമാണ് നിറം നൽകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം നിറം നൽകണം. ഫസ്റ്റിൽ 3/4. രണ്ടാമത്തെ ചിത്രത്തിൽ ഇതുപോലെ പകുതി ഭാഗം 2 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം നിറം നൽകി. അപ്പോൾ 1/2. പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യന് ചിത്രത്തിലെ നിറം നൽകിയ ഭാഗത്തിന് യോജിച്ച സംഖ്യ കണ്ടെത്തി വരച്ചു ചേർക്കുക. ഫസ്റ്റ് ചിത്രത്തിൽ 4ൽ 3 ഭാഗം നിറം നൽകിയിട്ടുണ്ട്. അപ്പോൾ 3/4. രണ്ടാമത്തെ ചിത്രത്തിൽ 6 ഭാഗങ്ങളുണ്ട്. അതിൽ 3 ഭാഗം നിറം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ തന്നാൽ കറക്റ്റായിട്ട് കിട്ടൂല. ഇതുപോലെയാണ്. പക്ഷേ ഇത് 1/2 ആണ്. 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം, അങ്ങനെ 1/2. പ്രവർത്തനം 2. നീളം അളക്കാം. മുത്തുമാല കോർക്കൽ മത്സരത്തിന് 4 കുട്ടികൾക്ക് 2 മീറ്റർ 25 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ചരട് മുറിച്ചു നൽകി. 1 മീറ്റർ ചരട് ബാക്കി വന്നു. എങ്കിൽ വാങ്ങിയ ചരടിൻ്റെ ആകെ നീളം എത്ര? ഒരു കുട്ടി ഉപയോഗിച്ച ചരടിൻ്റെ നീളം 2 മീറ്റർ 25 സെൻറ്റിമീറ്റർ. ബാക്കി വന്ന ചരടിൻ്റെ നീളം 1 മീറ്റർ. നമുക്ക് കണ്ടെത്തേണ്ടത് ആകെ ചരടിൻ്റെ നീളം. ഒരു കുട്ടി ഉപയോഗിച്ച ചരടിൻ്റെ നീളം 2 മീറ്ററും 25 സെൻറ്റിമീറ്ററുമാണ്. എത്ര കുട്ടികൾക്ക് നൽകി? 4 കുട്ടികൾക്ക് 2 മീറ്ററും 25 സെൻറ്റിമീറ്റർ വീതം മുറിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ എളുപ്പം കണ്ടെത്താൻ വേണ്ടിയിട്ട് 2 മീറ്ററും 25 സെൻറ്റിമീറ്ററും 4 പ്രാവശ്യം എഴുതി കൂട്ടി. 4 5 20. 20ക്ക് 0 ശിഷ്ടം 2. 4 2 8. 8ഉം ശിഷ്ടം 2ഉം 10. 0 ശിഷ്ടം 1 ഉണ്ട്. 8 2 ഉണ്ട്. 8 കൂടെ ശിഷ്ടം 1 കൂടിയും കൂട്ടി 9. 9 മീറ്റർ 0 സെൻറ്റിമീറ്റർ. മക്കൾക്ക് മനക്കണക്കും ചെയ്യാം കേട്ടോ. 4 കുട്ടികൾക്കാണ് 2 മീറ്റർ നൽകിയിട്ടുള്ളത്, 8 മീറ്റർ. പിന്നെ 4 കുട്ടികൾക്ക് 25 സെൻറ്റിമീറ്റർ നൽകിയിട്ടുണ്ട്. 4 25 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ എന്നാൽ 1 മീറ്റർ. അപ്പോൾ 8 + 1 = 9 മീറ്റർ. 2 രീതിയിലും ചെയ്യാം കേട്ടോ. മക്കൾക്ക് എങ്ങനെയാണ് സിമ്പിൾ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ബാക്കിയുള്ള 1 മീറ്റർ 9നോട് കൂട്ടുക. അപ്പോൾ 10 മീറ്ററാണ് ആകെ ചരടിൻ്റെ നീളം. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. വലിയ നീളത്തിന് ടിക്ക് മാർക്ക് അടയാളം ഇടുക. ഒന്നാമത്തെ കോളത്തിൽ 135 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ കോളത്തിൽ 1 മീറ്റർ 40 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ കോളത്തിൽ 1370 മില്ലിമീറ്റർ. 3 വ്യത്യസ്ത രീതിയിലാണ് തന്നിട്ടുള്ളത്. 3നെ നമുക്ക് മീറ്ററും സെൻറ്റിമീറ്ററും ആക്കി മാറ്റണം. നേരത്തെ പറഞ്ഞല്ലോ 100 സെൻറ്റിമീറ്റർ എന്നാൽ 1 മീറ്ററാണ്. അപ്പോൾ 135 സെൻറ്റിമീറ്റർ എന്നാൽ 1 മീറ്ററും 35 സെൻറ്റിമീറ്ററും. രണ്ടാമത്തെ കോളത്തിൽ 1 മീറ്റർ 40 സെൻറ്റിമീറ്റർ. അത് നമുക്ക് മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത് അല്ലേ. 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ. അതുപോലെ 1000 മില്ലിമീറ്റർ 1 മീറ്ററാണ്. ഇതെങ്ങനെ എഴുതാം? 1 മീറ്ററും 37 സെൻറ്റിമീറ്ററും. ഇതിൽ ഏതാണ് വലുത്? ഏതാണ് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തേണ്ടത്? 1 മീറ്ററും 40 സെൻറ്റിമീറ്ററും. അതാണ് വലുത് അല്ലേ. സി ക്വസ്റ്റ്യന് 6 മീറ്ററിന് തുല്യമായ അളവിന് ടിക്ക് അടയാളം ഇടുക. 450 സെൻറ്റിമീറ്റർ 180 മില്ലിമീറ്റർ. ഇതെങ്ങനെ എഴുതാം? ഈ മീറ്ററിന് സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ 15 സെൻറ്റിമീറ്റർ. 150 + 15 = 465. 1 മീറ്റർ എന്നാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 4 മീറ്ററും 65 സെൻറ്റിമീറ്ററും. അടുത്ത കോളത്തിൽ 460 സെൻറ്റിമീറ്ററും 1400 മില്ലിമീറ്ററുമാണ് തന്നിട്ടുള്ളത്. ഈ മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്റർക്ക് ആക്കണം. 1400 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 140 സെൻറ്റിമീറ്ററാണ്. 460 സെൻറ്റിമീറ്റർ + 140 സെൻറ്റിമീറ്റർ = 600 സെൻറ്റിമീറ്റർ. 600 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 6 മീറ്ററിന് തുല്യമാണ് അല്ലേ. 100 സെൻറ്റിമീറ്റർ 1 മീറ്റർ, 200 സെൻറ്റിമീറ്റർ 2 മീറ്റർ, 300 സെൻറ്റിമീറ്റർ 3 മീറ്റർ, അങ്ങനെ 600 സെൻറ്റിമീറ്റർ 6 മീറ്റർ. പ്രവർത്തനം 3. ക്ലാസ് ലൈബ്രറി.
പുഞ്ചക്കര സ്കൂളിൽ 3-4 ക്ലാസ്സുകളിൽ ക്ലാസ് ലൈബ്രറിയിലേക്ക് ശേഖരിച്ച പുസ്തകങ്ങളുടെ പട്ടിക നോക്കൂ. ഒരു പുസ്തകം ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ കോളത്തിൽ ഇനങ്ങൾ തന്നിട്ടുണ്ട്. ക്ലാസ് 3, 4. ചിത്രകഥ എത്ര എണ്ണം ഉണ്ട്? 3-ാം ക്ലാസ്സിൽ 40. ഓരോ ചിത്രങ്ങളും 10 ആണ്. അങ്ങനെ 40. 4-ാം ക്ലാസ്സിൽ 20. അതുപോലെ കഥ, കവിത ഓരോ ഇനങ്ങളും തന്നിട്ടുണ്ട്. ഇതവിടെ ഞാൻ കൂട്ടി എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി അടുത്ത ചോദ്യം. ബി ക്വസ്റ്റ്യന് ആകെ ശേഖരിച്ച പുസ്തകങ്ങൾ. 3-ാം ക്ലാസ് 270, 4-ാം ക്ലാസ് 290. ഏതിനും പുസ്തകങ്ങളാണ് സ്കൂളിൽ കൂടുതലുള്ളത്? എത്ര? നമുക്ക് ഓരോ ചിത്രങ്ങളും എണ്ണിയാൽ മതി അല്ലേ. അതിൽ കഥയാണ് കൂടുതലുള്ളത്, 14 എണ്ണം ഉണ്ട്. ഓരോ ചിത്രങ്ങളും 10 ആണ്. അപ്പോൾ 140 എണ്ണം. 3-ാം ക്ലാസ്സിലെ കുട്ടികൾ 30ഉം 4-ാം ക്ലാസ്സിലെ കുട്ടികൾ 50ഉം വീതം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ശേഖരിച്ചു. മുകളിലുള്ളതുപോലെ ചിത്രീകരിക്കുക. 3-ാം ക്ലാസ്സിൽ 30 പുസ്തകങ്ങളാണ് അല്ലേ. അപ്പോൾ 1 10 ആണല്ലോ. 3 പുസ്തകങ്ങൾ വരയ്ക്കാം. 4-ാം ക്ലാസ്സിൽ 5 പുസ്തകങ്ങൾ വരയ്ക്കാം. 5 പുസ്തകങ്ങൾ എന്നാൽ 50. പ്രവർത്തനം 4. സ്കൂൾ കലോത്സവം. മനുവിൻ്റെ സ്കൂളിലാണ് ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരു ദിവസത്തെ അരിയുടെയും ഇറച്ചിയുടെയും പണം നൽകാമെന്ന് പറഞ്ഞു. എങ്കിൽ പട്ടിക നോക്കി അവർ എത്ര രൂപ നൽകണമെന്ന് കണ്ടുപിടിക്കൂ. കോളത്തിൽ സാധനങ്ങൾ അരി, ഇറച്ചി അല്ലേ. അളവുകൾ തന്നിട്ടുണ്ട്. അരി എത്രയാണ്? 475 കിലോഗ്രാം, വില 48 രൂപ. ഇറച്ചി 125 കിലോഗ്രാം, 115 രൂപ. നമുക്ക് ആകെ തുക കണ്ടുപിടിക്കണം. 475 ഗുണിക്കണം 42. അരിയുടെ ആകെ തുക 19,950 രൂപ. നമുക്ക് ഇറച്ചിയുടെ വില കാണണം. 1 കിലോ ഇറച്ചിയുടെ വില 115 രൂപ. അങ്ങനെയാണെങ്കിൽ 125 കിലോഗ്രാം ഇറച്ചിയുടെ വില എങ്ങനെ കണ്ടെത്തും? 125 ഗുണിക്കണം 115. ആകെ ആവശ്യമായ തുക കണ്ടെത്തണം. അരിയുടെയും ഇറച്ചിയുടെയും തുക കൂട്ടുക. ആൻസർ 34,325 രൂപ. ബി ക്വസ്റ്റ്യന് 4-ാം ക്ലാസ്സിലെ കുട്ടികൾ 5 രൂപയുടെ കൂപ്പണുകൾ ഉപയോഗിച്ച് 875 രൂപ പിരിച്ചെടുത്തു. എങ്കിൽ എത്ര കൂപ്പണുകൾ ചിലവായി? 5 രൂപേൻ്റെ കൂപ്പൺ കൊണ്ട് 875 രൂപയാണ് പിരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 875നെ 5 കൊണ്ട് ഹരിക്കണം. ൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഭിന്നസംഖ്യ ആയിട്ടാണ് ഞാൻ ഹരിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, പെട്ടിയിലിടാതെ അല്ലേ. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. 8ൽ എത്ര 5 ഉണ്ട്? 8ൽ ഒരു 5 അല്ലേ. ശിഷ്ട എത്ര ഉണ്ട്? 3 ഉണ്ട്. 3നെ നമുക്ക് 7ൻ്റെ ഇടത്ത് സൈഡിലിടാം. 37. 37ൽ എത്ര 5 ഉണ്ട്? 7. ശിഷ്ട എത്ര ഉണ്ട്? 2. ആ 2നെ നമുക്ക് 5ൻ്റെ ഇടത്ത് സൈഡിലിടാം. അങ്ങനെ 25 കിട്ടും. 25ൽ എത്ര 5 ഉണ്ട്? 5. ആൻസർ എത്രയാണ്? 175. സി ക്വസ്റ്റ്യന് ഒരു ദിവസത്തെ പച്ചക്കറിയുടെ വില 4,600 രൂപ 8 കുട്ടികളുടെ രക്ഷിതാക്കൾ ചേർന്ന് തുല്യമായി നൽകും. എങ്കിൽ ഒരാൾ എത്ര രൂപ വീതം നൽകണം? ഇതുപോലെ 4,600നെ 8 കൊണ്ട് ഹരിക്കണം. ആൻസർ 575 കിട്ടും. ഒരാൾ എത്ര രൂപ എടുക്കണം? 575 രൂപ. പ്രവർത്തനം 5. സംഖ്യകൾ എഴുതാം. സംഖ്യാ കാർഡുകൾ എഴുതി പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് 15,000 എന്ന സംഖ്യയിലെത്താൻ അനൂപും ശ്രീകാന്തും മത്സരിക്കുന്നു. എഴുതാനുള്ള കളങ്ങളിലെ സംഖ്യകൾ ക്രമം നോക്കി കണ്ടെത്തി എഴുതുക. 15,000ൻ്റെ തൊട്ട് താഴെ 14,800 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 സംഖ്യയുടെയും വ്യത്യാസം കണ്ടെത്താം. 2 സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ 200 കിട്ടി. താഴെയുള്ള കളങ്ങളിൽ നിന്ന് 200 പ്ലസ് ചെയ്തു പോകാം. 13,800നോട് 200 കൂട്ടിയാൽ 14,000. അടുത്ത കോളം 14,200, 14,400, 14,600. എതിർ സൈഡിൽ 400 കൂട്ടുന്നത്. 12,600നോട് 400 കൂട്ടിയാൽ 13,000. അടുത്ത സംഖ്യ 13,400. അങ്ങനെ ഇത് പോകുക. ലാസ്റ്റ് 14,600 വരും. 4 കുട്ടികൾ പാറ്റേണുകൾ ഉണ്ടാക്കി. വിനേഷും രജിത്തും ഒരേ പ്രത്യേകതയുള്ള പാറ്റേണുകളാണ് ഉണ്ടാക്കിയത്. രജിത്തിൻ്റെ പാറ്റേൺ കണ്ടെത്തി വിനേഷിൻ്റെ പാറ്റേണുമായി യോജിപ്പിച്ച് വരയ്ക്കുക. ഇവിടെ നമുക്ക് വിനേഷിൻ്റെ പാറ്റേണിൻ്റെ വ്യത്യാസം കണ്ടെത്തണം. 1830 കുറക്കണം 1750. ഈ പാറ്റേണുകളുടെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 80 ആണ്. അടുത്ത കോളങ്ങളിൽ 80 വ്യത്യാസമുള്ള പാറ്റേണുകൾ ഏതെന്ന് കണ്ടെത്തണം. രണ്ടാമത്തെ പാറ്റേൺ ആണ് 80 വ്യത്യാസമുള്ള. ഫസ്റ്റത്തെ 2 സംഖ്യയും കുറച്ചാൽ നമുക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യം 125 വ്യത്യാസം വരത്തക്ക വിധം സംഖ്യകൾ എഴുതി പുതിയ ഒരു പാറ്റേൺ ഉണ്ടാക്കുക. ഇവിടെ നമുക്ക് 100 എഴുതാം. 100നോട് 125 കൂട്ടിയാൽ 225. 225നോട് 125 കൂട്ടുക.
അടുത്തത് 350. 350നോട് 125 കൂട്ടുക, 475. അടുത്ത ഡി ക്വസ്റ്റ്യന് 1, 3, 5, 7, 9 എന്നീ സംഖ്യാശ്രേണിയിലെ 40ാമത്തെ സംഖ്യ 79, 50ാമത്തെ സംഖ്യ 99, 80ാമത്തെ സംഖ്യ എത്രയായിരിക്കും? 40ാമത്തെ സംഖ്യ 79 ആണ്. അപ്പോൾ 40 പ്ലസ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ 39 സമം 79. 50 പ്ലസ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ 49 സമം 99. അതുപോലെ 80ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ 80 പ്ലസ് അതിന് തൊട്ട് മുമ്പത്തെ സംഖ്യ 79 സമം 159. പ്രവർത്തനം 6. സംഖ്യ എത്ര? 10,000, 1000, 100, 10, 1 എന്നിവ എഴുതിയ നറുക്കുകളുള്ള ബലൂൺ ടീച്ചർ ക്ലാസ്സിന് നടുവിൽ തൂക്കിയിട്ടു. ടീച്ചർ ബലൂൺ പൊട്ടിച്ചപ്പോൾ നറുക്കുകൾ ക്ലാസ്സിലേക്ക് ചിതറി വീണു. എല്ലാവരും നറുക്കുകൾ വാരിയെടുത്തു. ഓരോരുത്തർക്കും ലഭിച്ച നറുക്കുകൾ ചേർത്ത തുകയായ സംഖ്യ എത്രയാണെന്ന് പറയാമോ? അൽനക്ക് ലഭിച്ചതാണ് ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത്. ഷിദാന് ലഭിച്ചത് സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് കൂട്ടി നോക്കാം. അൽനക്ക് 1 10,000, 2 1000, 3 100, 1 10, 2 1. ടോട്ടൽ കൂട്ടിയപ്പോൾ 12,312. ഷിദാന് ലഭിച്ചത് 1000ൻ്റെ 3 എണ്ണം, 100ൻ്റെ 4 എണ്ണം, 10ൻ്റെ 2 എണ്ണം, 1ൻ്റെ 5 എണ്ണം, 3425. ഇനി അതിൽ ബി ക്വസ്റ്റ്യന് എല്ലാവരും ലഭിച്ച സംഖ്യ നോട്ട് പുസ്തകത്തിൽ എഴുതി. അനുവിന് ലഭിച്ച സംഖ്യ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നോക്കൂ. സംഖ്യ എത്ര? 120 നൂറുകൾ, 154 പത്തുകൾ, 25 ഒന്നുകൾ. ഇങ്ങനെ വന്നാൽ മക്കൾ ചെയ്യേണ്ടത് എത്ര നൂറുകളാണെന്ന് പറഞ്ഞാൽ അതിനോട് കൂടിയിട്ട് 2 0 കൂട്ടുക. ഇവിടെ 120 നൂറുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 0 കൂട്ടി അതിനോട്, അപ്പോൾ 12,000. ഇനി എത്ര പത്തുകളാണ്? 154 പത്തുകൾ. അതിനോട് കൂടി 1 0 കൂട്ടുക, 1540 ആവും. 25 ഒന്നുകൾ. ഇത് കൂട്ടിയാൽ 13,565 കിട്ടും. ഉള്ള സി ക്വസ്റ്റ്യന് ആയിഷയ്ക്ക് ലഭിച്ച സംഖ്യ 12,467 ആണെങ്കിൽ അത് എങ്ങനെയെല്ലാം എഴുതാം? ഒരു കോളത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 12,467 ഒന്നുകൾ. ഇനി നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 10,000, 24 നൂറുകൾ, 67 ഒന്നുകൾ, 12 ആയിരങ്ങൾ, 4 നൂറുകൾ, 6 പത്തുകൾ, 7 ഒന്നുകൾ. അടുത്തത് 124 നൂറുകൾ, 6 പത്തുകൾ, 7 ഒന്നുകൾ. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഇത് മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഉടനെ വരാം കേട്ടോ. താങ്ക് യു.